മറ്റു വാർത്തകളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ സംസാരിച്ചു വന്ന വീട്ടിലെ പ്രസവം എത്രത്തോളം അശാസ്ത്രീയമാണ് എന്നത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മലപ്പുറത്ത് പ്രസവത്തിനിടെ അസ്മ മരിച്ചതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ പ്രസവം ഒഴികെ അസ്മയുടെ 3 പ്രസവങ്ങളും നടന്നത് ഭർത്താവ് സിറാജുദ്ദീന്റെ ആലപ്പുഴയിലെ വീട്ടിൽ വെച്ചാണ്. വീട്ടിലെ പ്രസവം ആശാവർക്കർമാർ പ്രശ്നമാക്കിയതിനെ തുടർന്നാണ് മലപ്പുറത്തേക്ക് താമസം മാറ്റിയത്. പ്രസവം നടന്ന അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെ യുവതിയും എതിർത്തിരുന്നു. പ്രസവം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് അസ്മയ്ക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. പുറത്തുനിന്നെത്തിയ 5 പേർ ചേർന്നാണ് അസ്മയുടെ മൃതദേഹം പെരുമ്പാവൂരിലെത്തിക്കാൻ സഹായിച്ചത്. ശ്വാസം മുട്ടിമരിച്ച വയോധികയുടെ മൃതദേഹമെന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് സിറാജുദ്ദീൻ പറഞ്ഞത്. അഷ്കർ അലി നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. അഷ്കർ അലി, അപ്പോൾ അസ്മയുടെ 5ാമത്തെ പ്രസവമാണ് ഈ മരണത്തിൽ കലാശിച്ചത്. അതിനു മുൻപ് 4 മക്കളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു പ്രസവം മാത്രമേ ആശുപത്രിയിൽ പോയി നടന്നിട്ടുള്ളൂ എന്നതല്ലേ വ്യക്തമാകുന്നത്. ഇക്കാര്യങ്ങൾ അസ്മയുടെ കുടുംബത്തിന് അറിയാമായിരുന്നു. അതായത് ഇപ്പോൾ പെരുമ്പാവൂരിലെ കുടുംബം 5ാമത്തെ പ്രസവത്തിൽ അസ്മയുടെ മരണം സംഭവിക്കുമ്പോഴാണല്ലോ ഈ കേസുമായി വരുന്നത്. മറ്റ് 3 പ്രസവങ്ങളും അപ്പോൾ ഇവരെല്ലാവരും അറിഞ്ഞ് വീട്ടിലങ്ങ് നടത്തുകയായിരുന്നു. എന്താണ് ഇവർക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് കിട്ടാനുള്ള ഇവരുടെ പിന്നിലുള്ള ഒരു പശ്ചാത്തലം എന്താണ് അഷ്കർ? സുജയ, അമിതമായ ആത്മവിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ചേർന്ന പല കാര്യങ്ങളും ഈ അസ്മയുടെ പ്രസവത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഭർത്താവ് സിറാജുദ്ദീൻ്റെ മൊഴിയിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇവരുടെ വിവാഹത്തിന് ശേഷം ഇല്ലെങ്കിൽ ഈ സിറാജുദ്ദീൻ്റെ അധ്യാപകൻ തന്നെയാണ് ഈ സിറാജുദ്ദീന് അവരുടെ ബന്ധത്തിൽപ്പെട്ട അസ്മയെ വിവാഹം ചെയ്തു നൽകുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും ആലപ്പുഴയിലായിരുന്നു. ഈ സിറാജുദ്ദീൻ്റെ വീട് എന്ന് പറയുന്നത് ആലപ്പുഴ സ്വദേശിയാണ്, ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശിയാണ്. അവിടെയായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അവർ ആദ്യ പ്രസവം ആശുപത്രിയിൽ വെച്ച് നടക്കുന്നു. എന്നാൽ 2ാമത്തെ പ്രസവത്തിന് മുമ്പായി തന്നെ ഇവർ അക്യൂപങ്ക്ചർ ചികിത്സയ്ക്ക് വേണ്ടി പഠിക്കുകയും അക്യൂപങ്ക്ചർ ചികിത്സയിൽ പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു. തുടർന്ന് ഇവർ ആത്മവിശ്വാസത്തിലൂടെ വീട്ടിൽ വെച്ച് പ്രസവം എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ഇവരുടെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും 3 പ്രസവങ്ങളാണ് ആലപ്പുഴയിലെ സിറാജുദ്ദീൻ്റെ വീട്ടിൽ വെച്ച് ഇവർ പ്രസവം നടത്തുന്നത്. ആ 3 കുട്ടികൾ ഭാഗ്യവശാൽ കുട്ടികളും അതുപോലെ തന്നെ യുവതിയും രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പിന്നീട് ഇത് അറിഞ്ഞ ആലപ്പുഴയിലെ സിറാജുദ്ദീൻ്റെ പ്രദേശത്തുള്ള ആശാ വർക്കർമാർ ഇത് പ്രശ്നമാക്കുകയും അവർ പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും സ്വീകരിച്ചതോടെയാണ്, ആശുപത്രി പോകാൻ നിർബന്ധിപ്പിച്ചതോടെയാണ് അവിടെ നിന്നും വീണ്ടും ഇനിയൊരു പ്രസവം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജില്ലയിൽ നിന്ന് തന്നെ താമസം മാറ്റി മലപ്പുറത്തേക്ക് വരുന്നത്. മലപ്പുറത്ത് ഇത്തരത്തിൽ ഗർഭിണിയായപ്പോൾ അവിടെ ആശാ വർക്കർമാർ എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ ആശാ വർക്കർമാരോട് ഗർഭിണിയാണ് എന്നുള്ള വിവരം പോലും മറച്ചു വെച്ചാണ് ഇവർ പ്രസവത്തിന് തയ്യാറെടുത്തിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിറാജുദ്ദീൻ മാത്രമല്ല മരിച്ച യുവതിയായിരുന്ന അസ്മയും ആശുപത്രിയിൽ പോകാൻ തയ്യാറായിരുന്നില്ല. 2 പേരും അക്യുപങ്ക്ചറിന് പഠിക്കുകയും 2 പേരും അതിൽ പ്രാവീണ്യം നേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വയം ചികിത്സ നടത്താമെന്നുള്ള നിലപാടിലായിരുന്നു 2 പേരും എത്തിയിരുന്നത്. പ്രസവിച്ച ശേഷവും ഇത്തരത്തിൽ ആശുപത്രി പോകേണ്ട സംസാരം വന്നപ്പോൾ അസ്മ തനിക്ക് പോകേണ്ടതില്ല എന്നുള്ള ആവശ്യം ഉന്നയിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെ എതിർക്കുകയും ചെയ്തു. പ്രസവിച്ച ഉടനെ തന്നെ ഇവർക്ക് ഈ 5ാമത്തെ പ്രസവത്തിൽ ഒരു ആൺകുഞ്ഞാണ് ജനിച്ചത്. ഈ ആൺകുഞ്ഞിന് അസ്മ പ്രസവിച്ചതിന് ശേഷം മുലപ്പാൽ നൽകുകയും ചെയ്തിരുന്നു. പാല് നൽകി അല്പസമയത്തിന് ശേഷം പിന്നീട് ഈ അസ്മയ്ക്ക് ഭർത്താവ് സിറാജുദ്ദീൻ തന്നെ കഞ്ഞി നൽകുകയും ചെയ്തു. ആ കഞ്ഞി നൽകിയതിന് ശേഷമാണ് പിന്നീട് അസ്മ തനിക്ക് ചെറിയ ക്ഷീണമുണ്ട്, താനൊന്ന് കിടക്കട്ടെ എന്ന് ആവശ്യപ്പെടുന്നത്. ആ ഘട്ടത്തിൽ ആശുപത്രി കൊണ്ടുപോകണോ എന്നുള്ള കാര്യം സംശയിച്ചപ്പോഴും അപ്പോഴും അസ്മ അതിനെ എതിർക്കുകയും ചെയ്തു. പിന്നീട് സിറാജുദ്ദീൻ്റെ മുന്നിൽ വെച്ച് തന്നെ അസ്മയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടാവുകയും പിന്നീട് അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു.